മഹാനവമി ആഘോഷത്തിന്റെ നിറവിൽ ആണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവും പരിസരവും. മഹാനവമി നാളിലെ പുഷ്പരഥോത്സവത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. ലക്ഷക്കണക്കിന് ഭക്തർ ആണ് രഥോത്സവം കാണാൻ എത്തിയിട്ടുള്ളത്. കൊല്ലൂരിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനും ഭവ്യ പാർവതിയും ആണ് ചേരുന്നത്. രഞ്ജിത്ത്, ഭവ്യ, ഈ രഥോത്സവം ആരംഭിച്ചോ? നേരത്തെ തന്നെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും വലിയ തീർത്ഥാടകരുടെ സാന്നിധ്യം പ്രകടമായിരുന്നല്ലോ. തീർച്ചയായും അഭിലാഷ്, ഏറെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ രഥഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ആദ്യത്തെ വലത്ത് ഇപ്പോൾ അമ്പലത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്, വളത്തിട്ടുകൊണ്ടിരിക്കുകയാണ് രഥഘോഷയാത്ര. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ രഥം പിടിക്കാനായി ഇവിടെ കൂടിയിട്ടുണ്ട്. അവിടെ നിന്ന് നൽകുന്ന നാണയത്തുട്ടുകൾ ശേഖരിക്കാനായി ചുറ്റുപാടും ഈ നടപ്പന്തലിലൊക്കെ നിരവധി ആളുകളുടെ സാന്നിധ്യമുണ്ട്. രാവിലെ മുതൽ തന്നെ ഇതിന്റെ വലിയ തയ്യാറെടുപ്പുകൾ, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ തയ്യാറെടുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഇപ്പോൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രഥഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം അഭിലാഷ്. പുഷ്പങ്ങളാൽ അലങ്കരിച്ച രഥത്തിൽ മൂകാംബിക ദേവിയെ ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 തവണ ഇത്തരത്തിൽ രഥത്തിൽ പുഷ്പങ്ങളാൽ അലങ്കരിച്ച പുഷ്പാലങ്കൃതമായ രഥത്തിൽ മൂകാംബിക ദേവിയെ മൂകാംബിക ക്ഷേത്രത്തിന് ചുറ്റും 3 വട്ടം ദേവി പ്രദക്ഷിണം ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം. 3 തവണയാണ് ഈ രഥം ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക. ഈ സമയം രഥത്തിൽ നിന്നും പൂജാരിമാർ നാണയങ്ങൾ ഭക്തരിലേക്ക് എറിഞ്ഞു നൽകും. ഈ നാണയം ലഭിക്കുന്ന ഭക്തർക്ക് ഐശ്വര്യ ലബ്ധി ഉണ്ടാകുമെന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസം. അപ്പോൾ ആ നാണയങ്ങൾ ലഭിക്കാനായി കൈകൾ ഉയർത്തി നിൽക്കുന്ന ഭക്തരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പുഷ്പരഥോത്സവം കണ്ട് തൊഴുത് നിർവൃതി അടയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന 10,000-ങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മൂകാംബികയെ സംബന്ധിച്ച് ഏറ്റവും ഭക്തി നിർഭരമായ കാഴ്ചയാണ് ഈ രഥോത്സവം എന്ന് പറയുന്നത്. മഹാനവമി നാളിലാണ് ഇത്തരത്തിലുള്ള രഥോത്സവം ഉണ്ടാവുക. ഇപ്പോഴിതാ 2ാമത്തെ തവണ ക്ഷേത്ര ശ്രീകോവിലിന് മുൻപിലേക്ക്, ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന് മുൻപിലേക്ക് രഥം എത്തുകയാണ്. ഈ ഒരു ചടങ്ങ് കാണാൻ വേണ്ടി മാത്രം 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. രാവിലെ ദേവീ ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങൾ എല്ലാവരും പോവാതെ വീണ്ടും ഈ ഒരു കാഴ്ചയ്ക്കായി ഇവിടെ കൂടി നിൽക്കുകയാണ്. അത്രമേൽ സുന്ദരമായ ഭക്തി നിർഭരമായ കാഴ്ചകളാണ് കാണുന്നത്. ഭക്തി സാന്ദ്രമാണ് മൂകാംബിക ക്ഷേത്രം. നാദസ്വരങ്ങളാലും വാദ്യമേളങ്ങളാലും ഇപ്പോഴിതാ 2ാമത്തെ തവണ ദേവിയുടെ രഥം ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തുകയാണ്. 3 തവണയാണ് ഇത്തരത്തിൽ രഥം ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുക. രാവിലെ മുതൽ തന്നെ ഈ രഥത്തിലേക്ക് ദേവി വിഗ്രഹത്തെ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട പൂജാവിധികളാണ് പുറത്ത് നടന്നത്. അതിനുശേഷം ദേവിയെ പുറത്ത് വലത്ത് എഴുന്നള്ളിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ രഥഘോഷയാത്രയ്ക്കായി രഥത്തിലേക്ക് കയറ്റി. ആദ്യത്തെ ചുറ്റുവെപ്പ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ക്ഷേത്ര ഗോപുര നടയുടെ തൊട്ട് മുമ്പിലേക്ക് ഇപ്പോൾ രഥം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ ഭക്തി നിർഭരമായ നിമിഷങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ ഒരു വലിയ ആത്മസംതൃപ്തി കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ദേവിയെ പുറത്തെഴുന്നള്ളിപ്പ് ഒരു നോക്ക് കാണാനും പ്രാർത്ഥിക്കാനും മറ്റുമായി. ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ മഴ ഇവിടെയുണ്ട്. വലിയ മഴയുടെ ഇടയിലാണ് ഇത്രയധികം ഭക്തജനങ്ങൾ ദേവിയെ കാണാനും അനുഗ്രഹം തേടാനുമായി ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോരുത്തരും അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പോലീസും മറ്റ് സന്നാഹങ്ങളും മറ്റുമുണ്ട്. വലിയ നിയന്ത്രണം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പോലീസൊക്കെ വലിയ തോതിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേക ബാരിക്കേഡുകൾ കെട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ബാരിക്കേഡിലൊക്കെ മറികടന്നും ആളുകൾ പുറത്തേക്ക് വന്ന് ദേവിയെ കാണാനും അനുഗ്രഹം തേടാനും ഒക്കെയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥ വളരെ പറഞ്ഞതുപോലെ മഴയുടെ വലിയ തോതിലുള്ള മഴയുണ്ട്. എങ്കിൽ പോലും അതൊന്നും ഈ ഇവിടുത്തെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിന്റെ പ്രാധാന്യം കെടുത്തിയിട്ടില്ല. അതാണ്, വലിയ മഴയുണ്ട്. ഇതാ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2ാമത്തെ തവണ ദേവി മൂകാംബിക
പ്രദക്ഷിണത്തിനായി എത്തിയിരിക്കുകയാണ്. വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ. പോലീസിന് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വണ്ണം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത്രമാത്രം ആളുകൾ തടിച്ചുകൂടി പോലീസിന്റെ ബാരിക്കേഡുകൾ പോലീസ് കയറുകെട്ടി തിരിച്ചതൊക്കെ മറികടന്ന് ആളുകൾ ഇതാ ഈ ഒരു പുഷ്പാലങ്കൃതമായ രഥത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് വലിയ തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ നിയന്ത്രണങ്ങളെല്ലാം ഇപ്പോൾ അത്രമാത്രം പോലീസുകാരെ ഇവിടെയുള്ളൂ. പക്ഷെ അവർക്കൊന്നും ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ആളുകളെ. വലിയ അത്രമാത്രം ഭക്തി നിർഭരമായ കാഴ്ച. പുറത്തെഴുന്നള്ളിയ ദേവിയെ ഒരു നോക്ക് കാണാൻ, തൊട്ടടുത്ത് കാണാനുള്ള ഭക്തരുടെ തിരക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പുഷ്പാലങ്കൃതമാണ് ഈ ക്ഷേത്രം മുഴുവൻ. ഇന്നത്തെ മഹാനവമി നാളിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ പുഷ്പരഥോത്സവം തന്നെയാണ്. ആ കാഴ്ചയാണ് ന്യൂസ് 18 പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഈ പുഷ്പരഥ ഘോഷയാത്ര ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ഒരു വട്ടം കൂടി ഇത്തരത്തിൽ ക്ഷേത്രത്തിന് ചുറ്റും ഈ രഥം പ്രദക്ഷിണം വയ്ക്കും. ആ സമയത്ത് നമുക്ക് കാണാം കൈകൾ കൂപ്പി ദേവിയെ ഭജിക്കുന്ന ഭക്തരെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ തിരക്ക്, അഭൂതപൂർവമായ തിരക്ക് എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മഴയുണ്ട്. ഇങ്ങനെ ഈ പുഷ്പരഥോത്സവ സമയത്ത് സാധാരണ മഴ ഉണ്ടാവാറില്ല എന്നാണ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞത്. പക്ഷേ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രോത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങായ രഥഘോഷയാത്ര ഇപ്പോൾ ക്ഷേത്രത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. രഞ്ജിത്ത് രാമചന്ദ്രനും ഭവ്യ പാർവതിയുമാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ തത്സമയം നൽകിയത്.